കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? പൗലോസ് പറയുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നിങ്ങളെ തന്നൊന്ന് പരിശോധിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ രക്ഷയെ വീണ്ടും ഉറപ്പിക്കാം. നിങ്ങളുടെ ആ സമർപ്പണത്തെ ഒന്നും കൂടെ ഈ ദിവസത്തിൽ നിങ്ങൾ ഈ സന്ദേശം ഈ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ യേശുവിനായി തുറക്കുകയാണ്. അപ്പോൾ തന്നെ കർത്താവേ, വിവിധ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ മഹാസന്തോഷം, ആ വലിയ സമാധാനം യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുവാനിടയാകട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചതുപോലൊരു ജനനം ഈ ഭൂമിയിൽ ആർക്കും ഉണ്ടായിട്ടില്ല. യേശു ജീവിച്ച പോലത്തെ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ, ഒരു പാപവും ചെയ്യാതെ നിഷ്കളങ്കനായ ഒരു കുഞ്ഞാടിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ദാരുണമായൊരു മരണം ഈ ഭൂമിയിൽ ആർക്കും ഉണ്ടായിട്ടില്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഭൂമിയിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവരാരുമില്ല. യേശു മടങ്ങി വരുന്നത് പോലെ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ ഞാൻ മേഘാരുടനായി മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്തവനാരുമില്ല. അതുകൊണ്ട് ആ കർത്താവിന് വേണ്ടി ആ ഹൃദയം ഒന്ന് തുറന്നേ, യേശുവിനായിട്ടൊന്ന് സമർപ്പിച്ച് അവൻ്റെ സ്നേഹം നിങ്ങളെ ഒന്ന് തൊടട്ടെ. ഇന്ന് രാത്രിയിൽ ആ സന്തോഷം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുവാനിടയാണ്.